നമസ്കാരം. നിവിൻ പോളിക്കെതിരെ ഉയർന്നു വന്ന പീഡന പരാതിയിൽ കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പാർവതി ആർ കൃഷ്ണ എന്ന് പറയുന്ന ആ ചേച്ചി ഒരു വീഡിയോ പുള്ളിക്കാരുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ. സോ ദിസ് വാസ് എ വീഡിയോ വിച്ച് ഐ ടോക്ക് ഓൺ 14 December 2023. ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിൻ്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത്. അഫ്കോഴ്സ് വിനീതേട്ടൻ്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു December 14th. സോ ഞാൻ നിവിൻ ചേട്ടൻ്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത്. December 14th ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടിൽ ഐ വാസ് വിത്ത് ഹിം. സോ പറയണമെന്ന് ഒന്ന് തോന്നി. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ നിന്ന് തന്നെ December 14 അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നു എന്നതിന് ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ആ പീഡന പരാതി ഉന്നയിച്ച സ്ത്രീ ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു എന്നതിനെ കുറിച്ചുള്ള സംശയവും പോലീസുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. സത്യത്തില് ഈ കേസിന് ഉടനെ തന്നെ ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. എത്രയും പെട്ടെന്ന് ഈ നിവിൻ പോളിയുടെ ആയിക്കോട്ടെ ആ സ്ത്രീയുടെ ആയിക്കോട്ടെ അവരുടെ പാസ്പോർട്ടും ട്രാവൽ ഹിസ്റ്ററിയും ഒക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇത് ഫേക്ക് അലിഗേഷൻ ആണോ അല്ലയോ എന്നത്. എന്തുകൊണ്ടാണ് ഈ പോലീസുകാർ ഇതിന് ശ്രമിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ കേസ് ഒത്തുതീർപ്പാക്കാവുന്നതേ ഉള്ളൂ, അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യാത്തതിന് കാരണമാണ് മനസ്സിലാവാത്തത്. ഇനി കുറച്ചു നാളും കൂടി ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാണോ, ഈ കേസിന്റെ മറവിൽ പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നും നമുക്കറിയില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പക്ഷെ മാധ്യമങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇനിയെങ്കിലും ആ സ്ത്രീയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ പുറത്തു വിടണം. അവരുടെ ഡീറ്റെയിൽസ് പുറത്തു വിടണം. അവരെ എന്തിനാണ് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്, അവരെ എന്തിനാണ് മറച്ചു വെച്ചേക്കുന്നത്? അവർ പക്ക കള്ളിയാണെന്നുള്ള കാര്യം ഇപ്പം എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ട്. മീഡിയാസ് ആരും തന്നെ, വാർത്താ ചാനലുകൾ ഒന്നും തന്നെ അവരുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും പുറത്തു വിടുന്നില്ല. അവരെ ഒളിപ്പിച്ചു വെച്ച് മറച്ചു വെച്ചിട്ടാണ് കാര്യങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല. ഇതുപോലുള്ള കള്ളികൾക്ക് യാതൊരു രീതിയിലുള്ള കൺസിഡറേഷനും കൊടുക്കാൻ വേണ്ടി പാടില്ല. ഒരു പുരുഷനാണ് ഇത്തരം ഒരു ഫേക്ക് അലിഗേഷനുമായിട്ട് വന്നതെങ്കിൽ അയാളെ ഇപ്പൊ വലിച്ചു കീറി ഉപ്പത്തൊട്ടി വല്ല ഇട്ടേനേലോ നിങ്ങൾ മാധ്യമങ്ങള്. പിന്നെ എന്തുകൊണ്ടാണ് പുരുഷന് കൊടുക്കുന്ന അതേ രീതിയിൽ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യാത്തത്? എല്ലാത്തിലും ഇക്വാളിറ്റി വേണമെന്നല്ലേ പറയുന്നത്. അപ്പം ഒരു പുരുഷൻ കള്ളനാണെങ്കിൽ അവനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ ഒരു സ്ത്രീ കള്ളിയാണെങ്കിൽ അവളെയും ട്രീറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് പരിഗണനകളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇവളിപ്പോ അപമാനമായേക്കുന്നത് ഈ നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകൾക്കുമാണ്. ഇവളെ പോലെ ഉള്ളവർ കാരണം ഈ നാട്ടിൽ ജെനുവിൻ ആയിട്ടുള്ള കേസുകളുമായിട്ട് മുന്നോട്ട് വരുന്നവർക്ക് പോലും അപമാനമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവളുടെ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം തന്നെ പുറത്തു വിടണം. എന്നിട്ട് അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വിടണം.